ഹായ്, കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് ബൺ ദോശയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ അതിലേക്ക് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ചട്നിയിലേക്ക് ആദ്യം ഒരു 10 ചെറിയ ഉള്ളി ഇടാം. പിന്നെ ഉണക്കമുളകില്ലേ, വറ്റൽ മുളക്, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയും അത് നല്ലൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചട്നിക്ക് ആവശ്യമുള്ള തേങ്ങ ഇടാം. ഞാനിതൊരു കപ്പോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വറുത്ത മുളകും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി ചേർക്കുക. ഉപ്പ് ഇട്ടുകൊണ്ട് അതൊന്ന് അരച്ചെടുക്കുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് അരച്ച ചട്നി ഒന്ന് തുള്ളി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ റെഡ് ചട്നി റെഡിയായി. ഇനി നമുക്ക് ബൺ ദോശയ്ക്കുള്ള കൂട്ടുണ്ടാക്കാം. മിക്സിയിലേക്ക് 3 കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് വെള്ളം, അത് റവൻ്റെ ഒപ്പം നിൽക്കണം, കൂടുതലായി വേണ്ട. അങ്ങനെ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് നല്ല കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. മിക്സിയിൽ അടിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ചേർക്കേണ്ട. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റിയെടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയോ ഫ്രൈ പാനോ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇടുക. പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ടെടുത്ത് വേവിക്കുക. ഒരു കുറച്ച് നേരം വേവിച്ചാൽ മതി. അത് വെന്തതിന് ശേഷം തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം ഇതിലേക്ക്, ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോടെ ഇട്ട് കൊടുക്കേണ്ട, കുറച്ചൊന്ന് തണുത്തോട്ടെ, എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് കലർത്തിയെടുക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതുപോലെ ബൺ ദോശ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ബണ്ണ് പോലെ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ നമ്മൾ തൂമ്പിക്കാൻ എടുക്കുന്ന, കടുകൊക്കെ ഇട്ട് തൂമ്പിക്കാൻ എടുക്കുന്ന പാത്രമില്ലേ, ചെറിയ പാത്രം, അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെറിയ ഫ്രൈ പാൻ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒഴിച്ചാലും മതി. എന്നാലേ ബണ്ണിൻ്റെ രൂപത്തിലുള്ള ദോശയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് പാർന്ന് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഉള്ളൊക്കെ ഒന്ന് വേവാൻ കുറച്ച് നേരം വെക്കണം. എന്നിട്ടത് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശ റെഡിയായി. ഇതിന് ചട്നി വേണമെന്നോ കറി വേണമെന്നോ ഇല്ല, ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല ബൺ ദോശ. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.